മാക് ടി വിയിലൂടെ നമ്മൾ പല കലോത്സവങ്ങളും കലോത്സവ വേദികളെയും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിതൃവേദി, മാതൃവേദി, യുവദീപ്തി, സൺഡേ സ്കൂൾ, അങ്ങനെ പല കലോത്സവങ്ങളും. ഇന്ന് മാക് ടി വിയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ വർഷത്തെ KCSL സംസ്ഥാന കലോത്സവത്തെയാണ്. ഈ വേദിയിൽ ഒരുപാട് കലാകാരന്മാർ എത്തിയിട്ടുണ്ട്. ഒരുപാട് കലാമത്സരങ്ങൾ ഇവിടെ മാറ്റുരയ്ക്കപ്പെടുകയാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. KCSL സംസ്ഥാന കലോത്സവം യെൽദ 2K26ൻ്റെ വിശേഷങ്ങളിലേക്ക്. നമ്മുടെ കലോത്സവ വേദികളിലെ വ്യത്യസ്തമായ ഒരു കലാരൂപം അവതരിപ്പിക്കുന്ന കൂട്ടുകാരോടൊപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവര് ചവിട്ടുനാടകം അല്ലേ അവതരിപ്പിക്കുന്നത്? നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? സെന്റ് ജോസഫ്, നമ്മുടെ ചങ്ങനാശ്ശേരി. നിങ്ങൾ എത്ര നാളായിട്ടായി ചവിട്ടുനാടകം പ്രാക്ടീസ് ചെയ്ത് ഇത് പഠിച്ചത്? ഇവിടെ ആദ്യത്തെ ഇതിൽ പോയപ്പോൾ ഞങ്ങളൊരു 3 ആഴ്ചക്കുള്ളിൽ പഠിച്ചു. ഇതിന് ഞങ്ങളൊരു ഒരാഴ്ച. ഈ ചവിട്ടുനാടകം എന്ന് പറഞ്ഞൊരു വെറൈറ്റി കലാരൂപം തന്നെയാണ് അല്ലേ? നമ്മൾ അധികം അങ്ങനെ കാണാത്തൊരു കലാരൂപമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ചവിട്ടുനാടകം പഠിച്ചത്? നിങ്ങൾ കോച്ചാണോ പഠിപ്പിച്ചത്? എങ്ങനെ പഠിച്ചത്? ഞങ്ങളെ ഒരു ചേച്ചിയാണ് പഠിപ്പിച്ചത്, ഏഞ്ചൽ ചേച്ചി എന്നാ പേര്. ആ ചേച്ചി 8ലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ചേച്ചി മുമ്പ് കളിച്ചിട്ടുണ്ട്. ആ ചേച്ചി ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പം ചവിട്ടുനാടകം കേട്ടപ്പോൾ ഇതുവരെ കളിച്ചിട്ടില്ലായിരുന്നു, ഇൻട്രസ്റ്റ് തോന്നി, അപ്പം കയറിയതാണ്. എങ്ങനെയുണ്ട് ചവിട്ടുനാടകം പഠിച്ച് സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ട്? നല്ല രസമാണ്, നല്ല രസം, ഇൻട്രസ്റ്റ് ഉണ്ട്, നല്ല രസമാണ്. നിങ്ങളുടെ കോസ്റ്റ്യൂം ഒക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. വാളും പരിചയമാണ് വേണ്ടത്. പക്ഷെ എൻ്റെ ഇപ്പോൾ പരിചയം മൈക്കുമാണ്. മൈക്കുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പരിചയമുട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. പരിചയമുട്ട് മത്സരത്തിനായിട്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എത്തിയിരിക്കുന്ന കൂട്ടുകാരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? LF സ്കൂള്. അപ്പൊ നിങ്ങൾ ജില്ലാ തലത്തിൽ മത്സരിച്ചു, അവിടുന്ന് ഫസ്റ്റ് മേടിച്ച് ഇതാ സംസ്ഥാന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പരിചയമുട്ടുകൾ നിങ്ങൾ ആദ്യമായിട്ടാണോ പഠിക്കുന്നത്, അതോ ഇതിനു മുമ്പും വേറെ മത്സരങ്ങളിലൊക്കെ മത്സരിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്ക് പരിചയമുട്ടുകൾ എന്താണെന്നുള്ളത് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം. ഒന്ന് പറഞ്ഞു തരാമോ? വാളും പരിചയം വെച്ച് കളിക്കുന്ന ഒരു കളിയാണിത്. നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ നന്നായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇത് കളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എഫോർട്ട് എടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളി ഒരു കളിയാണ്. അപ്പൊ എന്താണെങ്കിലും ഇവരെ മത്സരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓൾ ദ വെരി ബെസ്റ്റ്. സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള കുഞ്ഞു മക്കളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇവരിന്ന് എത്തിയത് KCSL ആന്തം എന്ന മത്സരത്തിൽ പങ്കെടുക്കാനാ അല്ലേ? നിങ്ങൾ എവിടുന്നാ വരുന്നേ? പാലാരിവട്ടത്ത് നിന്നാ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് പല ആളുകളോടും ഒക്കെ മത്സരിച്ച് ജയിച്ചാലേ ഇവിടം വരെ എത്തിയത്. നിങ്ങൾ മത്സരിച്ചോ? ഇവിടെ പാടിയോ? പാട്ട് പാടിയോ? നമുക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടാവോ? ഒന്നുകൂടെ ആന്തം പാടാം നമുക്ക് ഒരുമിച്ച്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ജയ ജയ KCSL അണിയായി വിജയ പതാകയുമേന്തി ധന്യത പുൽകാം. ക്രിസ്തുവിലെന്നും വളരുക നമ്മൾ വിശ്വാസ ദീപവുമേന്തി. KCSL സംസ്ഥാന കലോത്സവം ഇതാ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നടക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ KCSL ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോജോച്ചനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അച്ഛനെ സംബന്ധിച്ച് ഇന്ന് വലിയൊരു ദിവസമാണ്. കാരണം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വെച്ച് നമ്മുടെ KCSLന്റെ സംസ്ഥാന കലോത്സവം നടക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തെയും KCSLനെയും അച്ഛൻ എങ്ങനെ വിലയിരുത്തുന്നു? KCSL പ്രസ്ഥാനം കത്തോലിക്ക വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ സ്കൂളുകളിൽ നടത്തുന്ന വലിയൊരു വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു സെൻ്ററാണ്, അല്ലെങ്കിൽ ഒരു പരിശീലനത്തിൻ്റെ ഒരു മുഖമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നിരവധിയായിട്ടുള്ള രീതിയിൽ അവരുടെ വ്യക്തിത്വ വികാസത്തെയും അവരുടെ മറ്റുള്ള കഴിവുകളെയൊക്കെ വളർത്തുവാനായിട്ട് ഈ ഒരു സംഘടനയുടെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇന്നിവിടെ നടക്കുന്നത് സംസ്ഥാന കലോത്സവമാണ് നടക്കുന്നത്. നമുക്കറിയാം KCSL KCBCയുടെ കീഴിൽ വരുന്നൊരു സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്ന്, വിവിധ റീത്തുകളിൽ നിന്ന്, ലത്തീൻ, മലങ്കര, മലബാർ ഈ റീത്തുകളിൽ നിന്ന് ഏകദേശം 18ഓളം രൂപതകളിൽ നിന്നാണ് കുട്ടികൾ ഇന്നിവിടെ മത്സരത്തിനായിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു വലിയൊരു വേദിയായി മാറിയിരിക്കുകയാണ്. ഒത്തിരി പിള്ളേരുടെ വലിയൊരു സന്തോഷത്തിൻ്റെയും അവരുടെ പ്രകടനത്തിൻ്റെയും ഒരു വേദിയാണ്. അപ്പോൾ അത് ഹോസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. മാത്രമല്ല ഇത് KCSLൻ്റെ 110ാമത് വാർഷികം കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ ചരിത്രപരമായിട്ട് ഈ ഒരു ദിവസത്തിനും ഈ ഒരു വേദിക്കും പ്രസക്തിയുണ്ട്. ഞങ്ങൾക്ക് വലിയ സന്തോഷം മാത്രമാണ് ഇന്ന് ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ക്രമീകരിക്കാൻ സാധിച്ചത്.